മറയൂർ കാന്തല്ലൂരിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെയാണ് ചുരക്കുളം ഉന്നതി സ്വദേശി മുരുകൻ മരിച്ചത്. കാട്ടാന ആക്രമണത്തിലല്ല മുരുകൻ മരിച്ചത് എന്നതായിരുന്നു വനം വകുപ്പിന്റെ വാദം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ കാന്തല്ലൂരിലെ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹാജിക്ക് ഇന്നലെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കാരണം മറയൂരിൽ ഈ കാട്ടാന ആക്രമണത്തിലല്ല ഈ മുരുകൻ കൊല്ലപ്പെട്ടതെന്നായിരുന്നു വനംവകുപ്പിന്റെ വാദം. അതുതന്നെയായിരുന്നു പ്രതിഷേധത്തിന് കാരണം. എന്തായാലും ഇന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് മരണം കാട്ടാന ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൂന്നാർ ഡിവൈഎസ്പിയാണ് അത് സ്ഥിരീകരിച്ച മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ മുരുകന്റെ മുതുകിൽ കാട്ടാന ചവിട്ടിയ പാടുണ്ട്, വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി തന്നെ ക്ഷതമേറ്റിട്ടുണ്ട്. അതാണ് മരണകാരണം എന്നുള്ളതാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുരുകൻ കാന്തല്ലൂരിലെ ഒരു റിസോർട്ട് ജീവനക്കാരനാണ്. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാട്ടാന ആക്രമണം എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാന്തല്ലൂരിൽ ഈ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഇന്നലെ വനംവകുപ്പിന്റെ ഒരു പ്രത്യേക ദൗത്യം ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്നലെ പരാതിയായി പറയുകയും ചെയ്തത്. ഈ തുരത്തൽ നടപടി അറിയാതെ ഈ വഴിയിലൂടെ വരുന്നതിനിടെയാണ് ഈ കാട്ടാനയെ മുരുകൻ കാണുന്നത്. പെട്ടെന്ന് ഓടി മാറുകയായിരുന്നു. പക്ഷേ പിന്നാലെ എത്തിയ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ സംഭവ സ്ഥലത്ത് മരിച്ചു കിടന്നിരുന്ന മുരുകനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എടുത്ത് ആശുപത്രിയിലേക്ക്, മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇത് കാട്ടാന ആക്രമണത്തിലല്ല, ഒരുപക്ഷെ വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ കാട്ടാനയെ കണ്ട് ഭയന്ന് ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ അപകടത്തിൽ മരിച്ചതായിരിക്കാം എന്നുള്ളതാണ് ഇന്നലെ മറയൂർ DFO നമ്മളോട് പറയുകയും ചെയ്തത്. എന്നാൽ അങ്ങനെയല്ല, വനം വകുപ്പ് ഇന്നലെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു അപകടം പറ്റിക്കിടക്കുന്ന ആളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുപോകണമെന്നുള്ളൊരു നിയമമുണ്ട്. അത് മറികടന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു കാട്ടാന ആക്രമണം അല്ലെങ്കിൽ ഒരു വന്യജീവി ആക്രമണം, അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മറയൂർ DFO ഇന്നലെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലാണ് മറുപടി നൽകിയത്. അവിടെ ആന ഇറങ്ങിയിട്ടേ ഇല്ല, ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അങ്ങനെയല്ല, കാട്ടാന ആക്രമണത്തിലാണ് മുരുകന്റെ മരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പുറത്തു വരികയുമാണ്. എന്തായാലും പ്രാഥമികമായിട്ട് 5 ലക്ഷം രൂപ വനംവകുപ്പ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് കൈമാറും. ആ തുക ലഭിച്ചെങ്കിൽ മാത്രമേ ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ ബന്ധുക്കൾ എന്നാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.